ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുപ്രീം ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നിസാൻ കിക്സ് എന്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വേണ്ടത്ര ഒരു സ്വീകാര്യത ലഭിച്ചില്ല എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നിസാൻ കിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മികച്ച ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഈ സെഗ്മെൻറ്റിലുള്ള മറ്റ് വാഹനങ്ങളെ അപേക്ഷിച്ച്, അതായത് ഈ സമയത്ത് തന്നെയാണ് ഹുണ്ടായ് ക്രേറ്റയുടെ ഫേസ് ലിഫ്റ്റ്, അതുകൂടാതെ തന്നെ കിയ സെൽറ്റോസ് എല്ലാം ലോഞ്ച് ചെയ്തത്. അവരുടെ ഒരു സെയിൽസ് ഗ്രാഫുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നിസാൻ കിക്സിൻ്റെ ഒരു സെയിൽസ് നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാരണങ്ങളായിരിക്കും ഒരുപക്ഷെ നിസാൻ കിക്സിന് വേണ്ടത്ര ഒരു പോപ്പുലാരിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ ലഭിക്കാതെ പോയതിൻ്റെ പ്രധാന കാരണങ്ങൾ. ഒന്നാമതായിട്ട് ന്യൂ പ്രോഡക്റ്റ് ഗ്യാപ്പ്. അപ്പം നിസാൻ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതിന് വളരെയധികം താമസിച്ചായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിസാൻ ടെറാനോ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ലോഞ്ചിന് ശേഷം ഏകദേശം 6 വർഷം കഴിഞ്ഞാണ് നിസാൻ കിക്സിനെ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ലോങ് ഗ്യാപ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ നിസാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഭാവി മുന്നോട്ട് എത്രത്തോളം ഉണ്ടാകുമെന്ന് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ മറ്റുള്ള വാഹനങ്ങൾ അപേക്ഷിച്ച് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസോ ഫീച്ചേഴ്സോ നിസാൻ കിക്സിലൂടെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ലഭിക്കാതെ പോയത് കൊണ്ടായിരിക്കാം. രണ്ടാമതായിട്ട് ഡീസൽ എഞ്ചിൻ ഡിസ്കണ്ടിന്യൂഡ്. നിലവിൽ നിസാന് ഡീസൽ എഞ്ചിൻ ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. നിസാൻ കിക്സ് ആദ്യകാലങ്ങളിൽ വിറ്റഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ 70% ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ തന്നെയായിരുന്നു. എന്നാൽ BS6 നോംസിലേക്ക് വന്നപ്പോൾ ഡീസൽ എഞ്ചിൻ നിസാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ നിസാൻ കിക്സിന് 2 പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനും അതുകൂടാതെ തന്നെ 1.3 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിൻസുമാണ് ഉള്ളത്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ടേംസ് അനുസരിച്ച് ഡീസൽ വാഹനങ്ങൾക്കുള്ള ഒരു പെർഫോമൻസും ഫ്യുവൽ എഫിഷ്യൻസിയും ഈ 2 എഞ്ചിനുകൾക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ നിസാൻ കിക്സിന് കഴിയാതെ പോയത്. മൂന്നാമതായിട്ട് റിഫൈൻമെൻറ്റ് ലെവൽ. നിസാൻ കിക്സിൻ്റെ പ്ലാറ്റ്ഫോം 2006-2007 ഉണ്ടായിരുന്ന ലോഗോണിൽ നിന്ന് പ്രചോദനം കൊണ്ട് നിർമ്മിച്ചതാണ്. 2019 ലോഞ്ച് ചെയ്ത ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു പഴക്കം ചെന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു. മറ്റുള്ള ഡീസൽ വാഹനത്തെ വെച്ച് നോക്കുമ്പോൾ കിക്സിൻ്റെ NVH ലെവലും അതുകൂടാതെ ക്ലച്ച് ഓപ്പറേഷനിലുണ്ടായിരുന്ന ഒരു ഹാർഡ്നെസ്സും അതുകൂടാതെ മറ്റു പല കാരണങ്ങളും പിന്നെ BS6 വന്നപ്പോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ നൽകാത്തതും കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ നിസാൻ കിക്സിന് കഴിഞ്ഞിരുന്നില്ല. നാലാമതായിട്ട് റീസെയിൽ. നിസാൻ വാഹനങ്ങളുടെ സെയിൽ ഇന്ത്യയിൽ വളരെ കുറവായിരുന്നതുകൊണ്ടും വളരെ ഗ്യാപ്പിട്ട് പുതിയ പ്രോഡക്റ്റുകളെ ലോഞ്ച് ചെയ്യുന്നത് കൊണ്ടും ആൾക്കാരുടെ ഇടയിൽ നിസാൻ്റെ മുന്നോട്ടുള്ള ഭാവി എത്ര കാലം ഉണ്ടായിരിക്കുമെന്നത് സംശയമായി. അതുപോലെ തന്നെ പാർട്സ് അവൈലബിലിറ്റി, മെയിൻ്റനൻസ് എന്നിവയിൽ പലതരം ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് സെയിൽസ് നമ്പർ ഡൗൺ ആയി. അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ. അഞ്ചാമതായി സർവീസ് നെറ്റ്വർക്ക്. അടുത്തിടെയായി ഇന്ത്യയിൽ വന്ന ബ്രാൻഡുകളുടെ സർവീസ് വെച്ച് നോക്കുമ്പോൾ നിസാൻ ഇന്ത്യയുടെ സർവീസ് നെറ്റ്വർക്ക് അത്ര ബെസ്റ്റൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം നിലനിർത്താൻ നിസാന് സാധിച്ചിരുന്നില്ല. പിന്നെ ലോ സെയിൽ, അങ്ങനെ മറ്റു പല കാരണങ്ങളും നിസാൻ കിക്സിൻ്റെ സെയിലിനെയും ബാധിച്ചിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിസാൻ കിക്സ് ഒരു ഡീസൻറ്റ് പ്രോഡക്റ്റാണ്. എന്നാൽ സെയിൽസ് നമ്പേഴ്സ് കുറഞ്ഞതിൻ്റെ വലിയൊരു പോരായ്മ തന്നെയായിരുന്നു. കിക്സിനേക്കാൾ വാല്യൂ ഫോർ മണി കാർഡ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സുള്ള ഈ സെഗ്മെൻറ്റിലെ മറ്റ് കാറുകൾ തേടി കസ്റ്റമേഴ്സ് പോകുന്നതും കിക്സിൻ്റെ പോപ്പുലാരിറ്റി കുറയാൻ കാരണമായി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കാം നിസാൻ കിക്സിന് ഇന്ത്യൻ മാർക്കറ്റിൽ വേണ്ടത്ര സ്വീകാര്യം ലഭിക്കാതെ പോയത്. എന്നാൽ നിസാൻ മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഏറ്റവും വില കുറഞ്ഞ SUV അവതരിപ്പിച്ചുകൊണ്ട് നിസാൻ വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം.